പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊലപാതകം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് കള്ളം. മന്ത്രിയെ ഞെട്ടിക്കുന്ന വീഴ്ചകൾ. സതീശന്റെ കടുത്ത വിമർശനം. വേണുവിന്റെ മരണമൊഴിയിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ശ്രീഹരിയുടെ മരണവും സെക്യൂരിറ്റി അതിക്രമവും നിയമമില്ലാത്ത നരകഭൂമി. തിരുവനന്തപുരം. ചികിത്സാ നിഷേധത്തിന്റെ പേരിൽ ഹൃദ്രോഗിയായ ഓട്ടോ ഡ്രൈവർ വേണു, 48, മരിച്ച സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായി. ഈ മരണം സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ഇതിനിടെ വേണുവിന്റെ മരണത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് പറയുന്ന ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് കള്ളമാണെന്ന് ആരോപിച്ച് പൊതുപ്രവർത്തകരും കുടുംബാംഗങ്ങളും രംഗത്തെത്തി. തുടർക്കഥയാവുന്ന ദുരന്തങ്ങൾ, മുൻമരണങ്ങൾ, ആശുപത്രിയിലെ ചികിത്സാ നിഷേധം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ശ്രീഹരിയുടെ മരണം ഈ വർഷം സെപ്റ്റംബറിൽ കുഴഞ്ഞുവീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച കണ്ണൂർ സ്വദേശി ശ്രീഹരി, 53, മതിയായ ചികിത്സ ലഭിക്കാതെ തറയിൽ കിടന്നു മരിച്ചെന്ന് സഹപ്രവർത്തകർ ആരോപിച്ചത് വലിയ വിവാദമായിരുന്നു. മറ്റ് വീഴ്ചകൾ. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് 2 പെൺകുട്ടികൾ മരിച്ചപ്പോൾ സാധാരണക്കാർക്ക് ചികിത്സ കിട്ടുന്നില്ലെന്ന ഗുരുതര ആരോപണങ്ങൾ നേരത്തെയും ശക്തമായിരുന്നു. വേണുവിന്റെ ശബ്ദസന്ദേശം. നരകഭൂമി. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യേണ്ടിയിരുന്ന വേണുവിന് 5 ദിവസമായി ചികിത്സ ലഭിച്ചില്ല. വേണുവിന്റെ ശബ്ദസന്ദേശം. ഇവിടെ ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞ നരകഭൂമിയാണിത്. എന്നും ഞാൻ മരിച്ചാൽ കാരണം ആശുപത്രിയുടെ അനാസ്ഥയായിരിക്കും എന്നും വേണു അയച്ച ശബ്ദസന്ദേശം ആശുപത്രിയുടെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. കള്ള റിപ്പോർട്ട്. പ്രതിഷേധം. വേണുവിന് അവഗണന ഉണ്ടായിട്ടില്ലെന്ന ഔദ്യോഗിക റിപ്പോർട്ടിലെ വാദങ്ങൾ പൊതുസമൂഹം തള്ളിക്കളഞ്ഞു. പ്രതികരണം. ഈ റിപ്പോർട്ട് കള്ളമാണ്. അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത്രയും ഗുരുതരമായ ദുരിതങ്ങൾ നടന്നിട്ടും ജീവനക്കാരുടെ വാദങ്ങൾ അതേപടി പകർത്തിയ റിപ്പോർട്ട് വീഴ്ചകൾ മൂടിവെക്കാനുള്ള ശ്രമമാണ് എന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. മോശം പെരുമാറ്റം. സെക്യൂരിറ്റി ജീവനക്കാരുടെ അതിക്രമങ്ങൾ, രോഗികളോടുള്ള മോശമായ പെരുമാറ്റം എന്നിവ താൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണെന്നും ഈ റിപ്പോർട്ട് മന്ത്രിയെ പോലും ഞെട്ടിക്കുന്ന വീഴ്ചയാണ് എന്നും പൊതുപ്രവർത്തകർ പറയുന്നു. നിയമനടപടിയില്ലായ്മ. തുടർച്ചയായ ദുരന്തങ്ങൾക്ക് ശേഷവും കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമനടപടികളില്ലാത്തതാണ് ജീവനക്കാർക്ക് അനാസ്ഥ തുടരാൻ ധൈര്യം നൽകുന്നത്. മരണമൊഴിയായി പരിഗണിച്ച് ഉത്തരവാദപ്പെട്ടവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. നിയമനടപടിക്കൊരുങ്ങി കുടുംബം. മെഡിക്കൽ കോളേജ് അധികൃതരുടെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ വേണുവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നേരിട്ട് പരാതി നൽകി കൂടുതൽ നിയമനടപടികൾക്ക് ഒരുങ്ങുകയാണ്. ന്യൂസ് സിറ്റി. തിരുവനന്തപുരം.